So in this session we are studying the extra embryonic membrane and we are studying about the placenta and its function, parturition. Okay, so first we are seeing the extra embryonic membrane. Extra embryonic membrane സാധാരണ കാണുന്നത് amniotes-ന്റെ കേസിലാണ്. Excuse me. Extra embryonic membrane, it is present in the case of amniotes. അപ്പോൾ നമ്മൾ ശരിക്കും ഫിഷസും ആംഫിബിയൻസും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ they are anamniotes. അവർക്ക് extra embryonic membrane ഇല്ല. പക്ഷേ in the case of mammals we can see the extra embryonic membrane. ഏതൊക്കെയാണ് എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഇവിടെ ഞാനൊരു ഡയഗ്രാം വരച്ചു വെച്ചിട്ടുണ്ട്. ഇത് അത്ര ക്ലിയർ അല്ല എന്ന് പറഞ്ഞാൽ ഫീറ്റസ് ആണ്, അത് അത്ര ഞാൻ ക്ലിയർ ആയിട്ട് വരയ്ക്കാത്ത. ഇതാണ് കേട്ടോ ഫീറ്റസ്. നമ്മുടെ കുഞ്ഞ് വളരുന്ന കുഞ്ഞാണ് ഈ കിടക്കുന്നത്, മനസ്സിലായോ? അതിന്റെ പൊക്കിൾക്കൊടിയാണ്, അതിന്റെ പൊക്കിൾക്കൊടിയിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ കോഡാണ് ഈ കാണുന്നത്. ദിസ് ഇസ് അംബ്ലിക്കൽ കോഡ്, മനസ്സിലായോ? അതിന്റെ ആ പൊക്കിൾക്കൊടിയുടെ ഭാഗമാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത് കേട്ടോ. എനിക്ക് അത്ര നന്നായി പടം വരയ്ക്കാൻ അറിയില്ലാത്തതുകൊണ്ടാണ്. സോ ഹിയർ വി ക്യാൻ സീ different parts of this embryo. നമുക്കറിയാം here decidua basalis എന്ന് പറയുന്ന extension like a villi, it is towards the chorionic villi that we can see as decidua basalis. It is a part of placenta, and chorionic villi it is extending towards the decidua basalis, that is also a part of placenta. Chorionic villi decidua basalis കൂടി കൂടിയതാണ് എന്ത് placenta എന്ന് പറയുന്നത്. Now we can see this chorionic villi, that layer it will form the chorion. ഇതിനെയാണ് നമ്മൾ chorion എന്ന് പറയുന്നത്, chorion layer. ആ chorionന്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അതേപോലെ inner to that there is another membrane that is called as amnion. amnion എന്ന് പറയുന്ന ഒരു membrane ഉണ്ട്. amnion എന്ന് പറയുന്ന membrane കവർ ചെയ്യുന്ന ഒരു amniotic cavity-നെയാണ്. ആ amniotic cavity-യിൽ ഫുൾഫിൽ ചെയ്തിരിക്കുന്നത് amniotic fluid ആണ് കേട്ടോ. amniotic cavity it is filled with amniotic fluid. ഈ കോറിയോൺ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻ ആണ്. ആംനിയോൺ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻ ആണ്. കോറിയോൺ it will help in chorion with its fluid, it will help in preventing the fetus from the jerky എന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കോറിയോണിക് ലെയറും അതേപോലെ അതിന്റെ ഉള്ളിലെ ഫ്ലൂയിഡും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ആംനിയോണിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ്, ആംനിയോട്ടിക് ഫ്ലൂയിഡ്, ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ പ്രിവെന്റിംഗ് ദ ഡെസിക്കേഷൻ ഓഫ് ദ ഫീറ്റസ്. ഫീറ്റസിന്റെ ഡെസിക്കേഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആംനിയോട്ടിക് ഫ്ലൂയിഡും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആംനിയോണും കോറിയോണും ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് മാമൽസ്, ആൻഡ് വി ക്യാൻ സീ ദ another two membrane, that is yolk sac and the allantois. yolk sac എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതിനകത്ത് റെഡ്യൂസ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്, ഒരുപാട് വലുതായിട്ടൊന്നും കാണിച്ചിട്ടില്ല. ഒരു മെംബ്രെയിന്റെ എക്സ്റ്റൻഷൻ അത് വലുതായി വരുന്നുണ്ട്. ഫീറ്റസ് വലുതായി വരുന്തോറും ആ യോക്ക് സാക്ക് റെഡ്യൂസ് ചെയ്ത് പോകുന്നതാണ്. നമുക്ക് നമ്മുടെ കേസിൽ യോക്ക് സാക്കിന് ഒരു ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ that will help in the formation of blood cells. blood cells in the formation വേണ്ടിയിട്ട് യോക്ക് സാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് in the early embryo stage. അത് കഴിഞ്ഞ് ആ എംബ്രിയോന്റെ ഉള്ളിൽ ഓർഗൻസ് ഫോം ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെയുള്ള ബ്ലഡ് സെൽസിന്റെ ഫോർമേഷൻ ഒക്കെ നടക്കുന്ന ലിവറിലും സ്പ്ലീനിലും ലിംഫ് നോഡിലും ഒക്കെ ആയിരിക്കും കേട്ടോ. അതായത് ഫസ്റ്റ് ദ എംബ്രിയോ സാക് ഫ്രം വെയർ ദ ബ്ലഡ് സെൽസ് വിൽ ബി ഫോംഡ്, then after that from liver, spleen and lymph node we can see the blood cell formation occurs in the case of embryo. Then after the birth of the baby, അതായത് ഫീറ്റസ് ഫുള്ള് ഡെവലപ്പ് ആയി അത് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ then after that the blood cell formation it occurs from bone marrow. അത് നമുക്കറിയാം അല്ലെ, blood cells are formed inside the bone marrow നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്തുള്ളത്, യോക്ക് സാക്ക്. അതുകൊണ്ട് നമുക്ക് ഏർലി എംബ്രിയോ സ്റ്റേജിലേ അതിന് ഫംഗ്ഷൻ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫംഗ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ദാറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ആഫ്റ്റർവേർഡ്സ്. ദെൻ അനദർ മെംബ്രെയിൻ, കുഞ്ഞ് ഒരു എക്സ്റ്റൻഷൻ, ഒരു ഫിംഗർ പോലെ ഒരു സ്ട്രക്ചർ ഞാനിവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ആസ് അലന്റോയിസ്. ഈ അലന്റോയിസ് എന്ന് പറയുന്ന മെംബ്രെയിൻ ദാറ്റ് ഈസ് ഹൈലി റെഡ്യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് മാമൽസ്. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ കേസ് ഓഫ് ദ റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. റെപ്റ്റൈൽസിലും ബേർഡ്സിലും ഒക്കെയാണ് അലന്റോയിസ് കാണുക. അലന്റോയിസിന്റെ ഫംഗ്ഷൻ അവിടെ എന്താന്ന് വെച്ചാൽ that will help in collecting the excretory waste. excretory waste നെയൊക്കെ കളക്ട് ചെയ്ത് അവരുടെ ബോഡിയിൽ വെക്കുന്നത് ലൈക്ക് എ യൂറിനറി ബ്ലാഡർ. അത് യൂറിനറി ബ്ലാഡർ ആയിട്ട് ആക്ട് ചെയ്യുന്ന എംബ്രിയോണിക് മെംബ്രെയിൻ ഏതാന്ന് വെച്ചാൽ അലന്റോയിസ് ആണ് കേട്ടോ. അത് യൂറിനറി ബ്ലാഡർ ആയിട്ട് ആക്ട് ചെയ്യുന്ന എംബ്രിയോണിക് മെംബ്രെയിൻ ഇൻ ഹ്യൂമൻ എന്നൊന്നും ചോദിക്കില്ല. യൂറിനറി ബ്ലാഡർ ആയിട്ട് ആക്ട് ചെയ്യുന്ന എംബ്രിയോണിക് മെംബ്രെയിൻ ഹ്യൂമൻ ബീങ്ങിൽ ഇല്ല. അലന്റോയിസ് ഫംഗ്ഷൻ ചെയ്യുന്നില്ല നമ്മുടെ ബോഡിയിൽ. അതുകൊണ്ട് നമുക്ക് പറയാം അലന്റോയിസ് ഇറ്റ് ഈസ് ഹൈലി റെഡ്യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് മാമൽസ്. ഇറ്റ് ഈസ് ഫംഗ്ഷനിങ് ഇൻ ദ കേസ് ഓഫ് reptiles as well as in the birds as the storage of excretory waste as in യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡറിൽ എക്സ്ക്രീറ്ററി വേസ്റ്റ് സ്റ്റോർ ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ ആണ് അലന്റോയിസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ക്ലിയർ. ദിസ് ഈസ് ഓൾ അബൌട്ട് ദ amniotes in which the extra embryonic membrane.
Okay, now we will see the function of placenta. Placenta എന്ന് പറയുന്നത് എന്താ? Decidua basalism, chorionic villi കൂടെ കൂടിയ സ്ട്രക്ചറിനെയാണ് നമ്മൾ പറയാ പ്ലാസന്റ എന്ന്. പ്ലാസന്റയിലേക്ക് ഫീറ്റസിനെ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് എന്ത്? അംബ്ലിക്കൽ കോഡ് അല്ലെ, പൊക്കിൾക്കൊടി നമ്മളൊരു കുഞ്ഞിനെ എടുക്കുന്ന സമയത്ത് ഒരു സാധനം കട്ട് ചെയ്തിട്ട്, ഒരു വള്ളി പോലെ ഒരു സാധനം കട്ട് ചെയ്തിട്ടല്ലേ നമ്മൾ എടുക്കുന്നത്. ആ അംബ്ലിക്കൽ കോഡ് that will connect the fetus to the placenta region. Now we will see the functions of placenta. Placenta function ഒക്കെ എന്ത്? Functions എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. The placenta, it will give nourishment to the baby. It will remove the excretory waste from the baby. അതായത് മദറിന്റെ ബോഡിയും അതേപോലെ മദറിന്റെ ബ്ലഡ് സർക്കുലേഷനും ബേബിയുടെ അല്ലെങ്കിൽ ഫീറ്റസിന്റെ ബ്ലഡും ആയിട്ടുള്ള കണക്ഷൻ, അതാണ് ഈ പറയുന്ന പ്ലാസന്റ എന്ന് പറഞ്ഞാൽ. അവിടെ ബ്ലഡ് രണ്ടും തമ്മിൽ കോണ്ടാക്ട് ഒന്നുമില്ല. Both are going through different blood vessels and they have their own blood vessels, and we can see the exchange of particle, it occurs in the umbilical cord region. Umbilical cord region ൽ വെച്ച് exchange of the particles it occurs. അതായത് പ്ലാസന്റ region, പ്ലാസന്റയുടെ decidua basalis എന്ന് പറയുന്ന ആരുടെ ടിഷ്യൂ? മറ്റേണൽ ടിഷ്യൂ ആണ്. കോറിയോണിക് വില്ലൈ ആരുടെ ടിഷ്യൂ? ഫീറ്റൽ ടിഷ്യൂ ആണ്. അതിൻ്റെ അകത്ത് മറ്റേണൽ ടിഷ്യൂന്ന് വരുന്ന ന്യൂട്രിയൻസും ഓക്സിജനും ഡിഫ്യൂസ് ചെയ്തിട്ട് ഈ പറയുന്ന കോറിയോണിക് വില്ലയിൽ ഉള്ള ഫീറ്റൽ ടിഷ്യൂലേക്ക് എൻ്റർ ചെയ്യും. അതേപോലെ ഫീറ്റൽ ടിഷ്യൂന്ന് എക്സ്ക്രീറ്ററി വേസ്റ്റ് എല്ലാം കൂടി കൂടിയിട്ട് എന്താ ചെയ്യാം, ഡിഫ്യൂസ് ചെയ്തിട്ട് മദറിന്റെ ബ്ലഡിലേക്കും പോകും. സോ ദാറ്റ് ഈസ് ദ മേജർ ഫംഗ്ഷൻ ഓഫ് ദിസ് പ്ലാസന്റ. പ്ലാസന്റയുടെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതാണ്. അതേപോലെ തന്നെ വി ക്യാൻ സി വൺ മോർ തിങ് വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദ പ്ലാസന്റ വിച്ച് വിൽ ഹെൽപ്പ് ഇൻ ദ ഡിഫൻസ് മെക്കാനിസം ഓർ ഗെറ്റിംഗ് ദ ഇമ്മ്യൂണിറ്റി പവർ ടു ഫീറ്റസ്. നമ്മുടെ ബോഡിയിൽ കാണുന്ന ഒരു ആന്റിബോഡിയാണ് IgG ആന്റിബോഡി. IgG ആന്റിബോഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി സ്മോൾ ആൻഡ് ഇറ്റ്സ് മോളിക്കുലാർ വെയിറ്റ് ഈസ് വെരി ലോ. വളരെ ചെറിയൊരു പ്രോട്ടീൻ ആണത്. അതുകൊണ്ട് തന്നെ ദാറ്റ് ക്യാൻ ഈസിലി ഡിഫ്യൂസ് ത്രൂ ദ പ്ലാസന്റ. ഇറ്റ് ക്യാൻ ഡിഫ്യൂസ് ത്രൂ ദ പ്ലാസന്റ. ഇറ്റ് ക്യാൻ ഡിഫ്യൂസ് ത്രൂ ദ പ്ലാസന്റ. ഇത് വേറൊരു ഫംഗ്ഷൻ ആണ് പ്ലാസന്റയുടെ കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ന്യൂട്രിയൻസും ഓക്സിജനും സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ എക്സ്ക്രീറ്ററി വേസ്റ്റിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീറ്റസിന്റെ ഉള്ളിൽ നിന്ന് കളക്ട് ചെയ്ത് അതിനെ റിമൂവ് ചെയ്ത് കളയണം. അതേപോലെ തന്നെ ടു പാസ് ദ ആന്റിബോഡി ഫ്രം മദേഴ്സ് ബോഡി ടു ദ ഫീറ്റസ് ബോഡി. മദറിന്റെ ബോഡിയിൽ നിന്ന് ഫീറ്റസിന്റെ ബോഡിയിലേക്ക് ആന്റിബോഡി, ദാറ്റ് ഈസ് എസ്പെഷ്യലി IgG ആന്റിബോഡി ആസ് ഇറ്റ്സ് മോളിക്കുലാർ വെയിറ്റ് ഈസ് വെരി ലോ. ഓക്കെ, അവരുടെ മോളിക്കുലാർ വെയിറ്റ് അല്ലെങ്കിൽ അതിന്റെ സൈസ് വളരെ ചെറുതായതുകൊണ്ട് പ്ലാസന്റ വഴി ഈസി ആയിട്ട് ഡിഫ്യൂസ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരൊറ്റ ആന്റിബോഡി മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് IgG ആന്റിബോഡി. ഇനി the placenta, it act as a temporary endocrine gland. Placenta ഒരു ടെമ്പററി എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ടെമ്പററി എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന പ്ലാസന്റ that secretes several hormones as human chorionic gonadotropin HCG. Human chorionic gonadotropin HCG. This HCG production, or see here H, it is small letter, okay, HCG, it will be produced in large quantity during the early embryo stage. ആ പ്ലാസന്റ ഉണ്ടായി തുടങ്ങുന്ന സമയത്ത് ഈ HCG യുടെ പ്രൊഡക്ഷൻ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ HCG will be ഈ excreted out through the urine. യൂറിനിൽ കൂടെ അത് എക്സ്ക്രീറ്റ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റിന് വേണ്ടിയിട്ട് യൂറിൻ കളക്ട് ചെയ്യുന്നതും യൂറിൻ്റെ ഉള്ളിലെ HCGയുടെ പ്രസൻസ് ചെക്ക് ചെയ്യുന്നത്. കാരണം എന്താ, പ്ലാസന്റ ഫോർമേഷൻ്റെ സമയത്ത് പ്ലാസന്റയിൽ നിന്ന് ലാവിഷായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് HCG, ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. ആ ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എക്സ്ട്രാ ഉള്ളത് കൊണ്ട് തന്നെ ദാറ്റ് വിൽ ബി ഫിൽറ്റർഡ് ഔട്ട് ത്രൂ ദ യൂറിൻ. യൂറിനിൽ കൂടെ പോകുന്ന ഈ HCGനെ നമുക്ക് ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും in the pregnancy testing kit. Then the another hormone which is secreted from this is human placental lactation. Human placental lactation, HPL. Human placental lactation. Human placental lactation, it will help in the development of the mammary glands. Mammary glands in the breast in the development nadakkanam during the pregnancy, because after the parturition the child has to get the nourishment from the breast in the form of milk, and it will secrete another hormone called as estrogen.
പിന്നെ സെക്രീറ്റ് ചെയ്യുന്ന വേറൊരു ഹോർമോണാണ് ഈസ്ട്രജൻ. പിന്നെ അത് കൂടാതെ സെക്രീറ്റ് ചെയ്യുന്ന, അതായത് പ്ലാസന്റ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു എംബ്രിയോ ഇംപ്ലാന്റ് ചെയ്യാൻ പോവാണ്. എംബ്രിയോ ഇംപ്ലാന്റ് ചെയ്യാൻ പോകുമ്പോൾ എൻഡോമെട്രിയത്തിന്റെ കട്ടി കുറച്ചും കൂടെ കൂടണം അല്ലെ. എൻഡോമെട്രിയത്തിന്റെ കട്ടി കുറച്ചും കൂടെ കൂട്ടണ ആളാരാണ്? ഈസ്ട്രജൻ ആണ്. നമ്മൾ പഠിച്ചില്ലേ ഈസ്ട്രജൻ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ മേക്കിംഗ് ദ എൻഡോമെട്രിയം, പ്രൊജസ്ട്രോൺ ഇറ്റ് വിൽ മെയിൻറ്റെയിൻ ദ എൻഡോമെട്രിയം. അപ്പൊ ഇതിന്റെ കട്ടി കൂട്ടുകയും ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം. ദെൻ ദ പ്രൊജസ്ട്രോൺ ഓൾസോ വിൽ ബി സെക്രീറ്റഡ് ഫ്രം ദ placenta. Progesterone is also secreted from the placenta, and we can see in the later stage of the pregnancy we can see the ovary from where the relaxin hormone is also secreted. Ovary na oru relaxin hormone secrete cheyyunnunde at the last stage of the pregnancy. അതായത് ഈ റിലാക്സിൻ ഹോർമോൺ എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ the relaxin hormone which is secreted from the ovary that will help in relaxation of the cervical region. cervical canal relax ചെയ്ത് അല്ലെങ്കിൽ cervical region relax ചെയ്താലാണ് parturition ഈസി ആയിട്ട് നടക്കുള്ളൂ. എന്നാൽ മാത്രമാണ് ആ cervical bones തമ്മിൽ അകന്ന്, cervical regionിലുള്ള bones ഇങ്ങോട്ട് അകന്നു പോന്നാലാണ് അതിൽ കൂടെ ഗ്യാപ്പിൽ കൂടെ കുഞ്ഞിന് ചൈൽഡ് ബർത്ത് നടക്കുള്ളൂ, അല്ലെങ്കിൽ ആ ബർത്ത് കനാൽ വഴി അല്ലെങ്കിൽ cervical canal വഴി കുഞ്ഞു പുറത്തേക്ക് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോർമോണാണ് റിലാക്സിൻ which is secreted from the ovary. So here in this hormone we can see HCG, HPL and relaxin. These are the three hormones which is produced only during pregnancy. Pregnancy മാത്രം വേണ്ട മൂന്ന് ഹോർമോൺസ് ആണ് ഈ പറയുന്ന മൂന്നെണ്ണം അല്ലെ. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും പിന്നെ നമ്മള് it will be produced cyclically, it will be produced. അത് pregnancy ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഈ പറയുന്ന എൻഡോമെട്രിയം ഷെഡിങ്, എൻഡോമെട്രിയം ഫോർമേഷൻ ഇതൊന്നും നടക്കില്ലായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും it is a normal hormone but its quantity will be more. And we can see the relaxin, HPL, HCG, these all are the pregnancy hormone. നമ്മൾ പറഞ്ഞു കുറെ ഹോർമോൺസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഇത് കൂടുതൽ ഹോർമോൺസ് സാധാരണ പീക്കിൽ എത്തുന്ന ഹോർമോൺസിന്റെ പീക്ക് കാണുന്ന ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, കോർട്ടിസോൾ, പ്രൊലാക്റ്റിൻ, അതേപോലെ തൈറോക്സിൻ, ദീസ് ഓൾ ആർ സീൻ ഇൻ ദ ഇൻക്രീസ്ഡ് ക്വാണ്ടിറ്റി. ഈസ്ട്രോജൻ കൂടുതലായിരിക്കും, പ്രൊജസ്ട്രോൺ കൂടുതലായിരിക്കും, പ്രൊലാക്റ്റിൻ കൂടുതലായിരിക്കും, കോർട്ടിസോൾ കൂടുതലായിരിക്കും. കോർട്ടിസോൾ ഒക്കെ എന്തിനു വേണ്ടിയിട്ടുള്ള? മെറ്റാബോളിക് റിയാക്ഷന് വേണ്ടിയിട്ടുള്ള അല്ലെ. അതേപോലെ തന്നെ we can see thyroxine also will help in metabolic reactions. These all will be increased drastically during the pregnancy. Now after that we can see the development of the embryo. It occurs gestation period. നമ്മൾ already പറഞ്ഞു ഫസ്റ്റ് മന്തിൽ എന്താ നടക്കുക, സെക്കൻഡ് മന്തിൽ എന്താ നടക്കുക, തേർഡ് മന്തിൽ എന്താ നടക്കുക, ഫോർത്ത് മന്തിൽ എന്താ നടക്കുക, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് അല്ലെ. Now we will see the parturition, the gestation period in human. It is 280 days ആണ്. എത്ര ദിവസമാണ്? 280 ദിവസം. അതായത് 9 months and 10 days is the pregnancy period or the gestation period of human. അതേപോലെ കുറച്ച് ഓർഗാനിസത്തിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. The pregnancy period of dog or the gestation period of dog, it is around 9 weeks. ഡോഗിന്റെ gestation period എന്ന് പറയുന്നത് ഏകദേശം 9 ആഴ്ചയാണ്. അതേപോലെ കാറ്റിന്റെ ഗസ്റ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 64 to 67 days ആണ് കേട്ടോ. 64 to 67 days, that is the gestation period of cat. And we can see elephant gestation period, it is 22 months. 22 മാസമാണ് എലഫന്റിന്റെ ഗസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. Now this is all about the placenta function and gestation period to complete the pregnancy and for the parturition. Okay, now we will see the next topic, that is parturition. ഇനി നടക്കുന്നത് എന്താണ്? Parturition. Parturition is also called as child birth. Parturition പറയുന്ന വേറൊരു പേരെന്താണ്? Child birth. After the development of the baby, we said after the last stage or the 9th month, last week, we can see completely developed the fetus. Complete develop a fetus that give a fetal ejection reflex. Placenta and fetus together, it will give a fetal ejection reflex. This fetal ejection reflex, it give a mild contraction to the uterus. ആ സമയത്താണ് ഡെലിവറി പെയിൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ യൂട്രസിന്റെ കൺട്രാക്ഷൻ തുടങ്ങുമ്പോൾ എന്താവും? ദ ഡെലിവറി പെയിൻ വിൽ ബി സ്റ്റാർട്ടഡ്. സോ ദാറ്റ് വിൽ ബി ഡൺ ബൈ ദ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ്. ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് ആണ് ഫസ്റ്റ് സ്റ്റിമുലേഷൻ ഫോർ ദ പാർട്ടുറിഷൻ. Fetal ejection reflex. This is nothing but
The reflex action which is formed by the fetus and placenta together. Fetus and placenta കൂടി ഉണ്ടാക്കുന്ന ഒരു reflex action ആണ് fetal ejection reflex എന്ന് പറയുന്നത്. That will give a mild contraction to uterus. This gives a mild contraction to uterus. Uterus പതുക്കെ contract ചെയ്യാൻ തുടങ്ങും. And in this mild contraction of uterus, it will induce the posterior pituitary for the secretion of hormone oxytocin. A mild contraction of uterus എന്ത് induce ചെയ്യും? Oxytocin. Oxytocin എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഹോർമോൺ ആണ്? It is present in the posterior pituitary. Posterior pituitary is also called as neurohypophysis. Posterior pituitary secretion alla the hypothalamus in the secrete ചെയ്ത് the stored hormone which is seen in the posterior pituitary. Hypothalamus in the secrete ചെയ്ത് posterior pituitary ൽ store ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അത് അതിന്റെ secretion ഒന്നല്ല, hypothalamus ന്റെ secretion ആണ് കേട്ടോ. ആ oxytocin will be stimulated. It will be induced by the mild contraction of the uterus. Oxytocin ന്റെ function എന്താണെന്ന് വെച്ചാൽ further contraction of uterus. Oxytocin, it will give further contraction of uterus. കുറച്ച് contraction കൂടെ യൂട്രസിന് ഉണ്ടായി കഴിഞ്ഞാൽ this will further induce oxytocin. പിന്നെയും oxytocin induce ചെയ്യിക്കും. Then this process it will continue several times. അതാണ് ഈ ഡെലിവറി പെയിൻ ഇടവിട്ടാണ് വരുന്നത് അല്ലേ? ഡെലിവറി പെയിൻ പാർട്ടുറേഷന്റെ സമയത്തുള്ള പെയിൻ എന്ന് പറയുന്നത് ഇടവിട്ടാണ് വരിക. അതായത് ഒരു കൺട്രാക്ഷൻ വരുമ്പോൾ ഒരു പെയിൻ വരും, then after that it will be relaxed, like that contracted form it will be like this. That contraction it will induce again the oxytocin from the posterior pituitary. Again one more contraction will occur, then again that contraction will stimulate again oxytocin. അങ്ങനെ കുറച്ച് കൺട്രാക്ട് ചെയ്താണ് യൂട്രസ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കൺട്രാക്ട് ചെയ്യും. യൂട്രസ് കംപ്ലീറ്റ് ആയിട്ട് കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ there is no further contraction of this one uterus, right? പിന്നെയും കൺട്രാക്ഷൻ നടക്കുമ്പോഴാണ് ആരെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുക? ഓക്സിറ്റോസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുക. ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ എത്തുമ്പോൾ ഓക്സിറ്റോസിൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും, ബിക്കോസ് ദ മാക്സിമം കൺട്രാക്ഷൻ ഓഫ് ദ യൂട്രസ് ഹാസ് ബീൻ ഓൾറെഡി ഒക്കേർഡ്. ഓക്കെ, മാക്സിമം കൺട്രാക്ഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ദിസ് ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം. ഇതെന്ത് മെക്കാനിസം ആണ്? ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം. അതായത് ഹോർമോണൽ ആക്ഷനും ഉണ്ട്, അതേപോലെ തന്നെ ന്യൂറോൺസിന്റെ ആക്ഷനും കൂടി കൂടിയിട്ട്. ഇവിടെ ന്യൂറോൺസിന്റെ ആക്ഷൻ എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ആ ഹൈപ്പോതലാമസ് ഇല്ലേ, ഹൈപ്പോതലാമസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ന്യൂറൽ സെക്രീഷൻ ആണ് കേട്ടോ. ആ ന്യൂറൽ സെക്രീഷനും കൂടെ കൂടിയിട്ടാണ് ഇവിടെ ഈ പാർട്ടുറേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ കൺട്രാക്ഷൻ ഓഫ് ദ യൂട്രസ് നടക്കുന്നത്. അതുകൊണ്ടാണ് neuroendocrine mechanism എന്ന് പറയുന്നത്. So neuroendocrine mechanism, it will cause the parturition of the baby. Baby will slowly come out from the uterus and it passes through the birth canal. Birth canal is nothing but the cervical canal as well as the vagina, and reaches outside, and it will this fetus, it will be followed by the placenta. Placenta will be followed by the fetus വന്നതിന്റെ തൊട്ട് പുറകെ placenta പുറത്തേക്ക് വരും. Okay, placenta means that umbilical cord, everything it will be removed out. Placenta, that complete cushion, it will be removed out. Okay, this is all about the parturition. Now when this oxytocin is produced, that gives a milk ejection reflex. അതായത് ഒരു മിൽക്ക് ഇജക്ഷൻ, അതായത് മിൽക്കിനെ പുറത്തേക്ക് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഓക്സിറ്റോസിൻ, പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഇതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഹോർമോൺ ആണ് കേട്ടോ. പലരും തെറ്റിദ്ധരിച്ച് മിൽക്ക് ഇജക്ഷൻ നടത്തുന്ന ഹോർമോൺ ഏതാന്ന് ചോദിക്കുമ്പോൾ പലരും പ്രൊലാക്റ്റിൻ എഴുതാറുണ്ട്. അത് മിൽക്ക് ഇജക്ഷൻ അല്ല, മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. മിൽക്ക് ഇജക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നത് ഓക്സിറ്റോസിന്റെ ആക്ടിവിറ്റി കൊണ്ടാണ്. ഓക്സിറ്റോസിൻ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ മിൽക്ക് ഇജക്ഷനും നടക്കും. അപ്പൊ ഓക്സിറ്റോസിൻ ഇല്ലാതെ ഒരു ചൈൽഡ് ബർത്ത് നടന്നാൽ, സാധാരണ സിസേറിയൻ ഒക്കെ നടക്കുന്ന സമയത്ത്, സർജറി ഒക്കെ കഴിഞ്ഞ് കുഞ്ഞിനെ പുറത്തെടുക്കുന്ന സമയത്ത് ഓക്സിറ്റോസിന്റെ ഡെഫിഷ്യൻസി വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ കേസിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിൽക്ക് ഇജക്ഷൻ ഒക്കെ ചിലപ്പോൾ വൈകിയൊക്കെ ആയിരിക്കും വരുന്നത്. ദാറ്റ് ഹാസ് ടു ബി സ്റ്റിമുലേറ്റഡ് ബൈ ഗിവിംഗ് സം അതർ മെഡിസിൻസ് ടു ദ മദർ. ഓക്കെ, ആൻഡ് വി ക്യാൻ സീ ദ ഫസ്റ്റ് മിൽക്ക് വിച്ച് ഈസ് കമ്മിങ് ഔട്ട് ഫ്രം ദ മദർ, ദാറ്റ് ഈസ് കോൾഡ് ആസ് കൊളസ്ട്രോൾ.
ഫസ്റ്റ് മിൽക്കിന് നമ്മൾ പറയുന്ന പേരെന്താണ്? കൊളസ്ട്രം. ഈ കൊളസ്ട്രം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി ടു ചൈൽഡ് ബിക്കോസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സർട്ടൻ immunoglobulin as IgA ആന്റിബോഡി. കൊളസ്ട്രത്തിലുള്ള ആന്റിബോഡി ഏതാണ്? IgA. പ്ലാസന്റ വഴി പാസ് ചെയ്യുന്ന ആന്റിബോഡി ഏതാണ്? IgG. IgG antibody, it passes through the placenta, through the colostrum, the baby get the antibody, that is IgA antibody. This is all about this chapter. Okay, അപ്പം നമ്മൾ പല സെഷൻസ് ആയിട്ടാണ് ചെയ്തത്. കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ ഇറ്റ് ഈസ് വെരി ഈസി ആൻഡ് വി ക്യാൻ സ്റ്റഡി ഇറ്റ് ഈസിലി. ഓക്കെ.